ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളല്ല നമ്മൾ മൊബൈലിൽ സ്ക്രീനിൽ കാണുന്നത്. ഒക്കെ തെറ്റുള്ളതുണ്ട്, ശരിയുള്ളതുണ്ട്. അപ്പോൾ അത്രയും നല്ല സന്തോഷമായിട്ടാണ് അവരുള്ളത്. കാരണം ആ കാര്യങ്ങളിലൂടെ, അവരുടെ കാര്യങ്ങളിലൂടെ നമുക്ക് അത് കൈമാറിയിട്ട് എടുക്കാം. ഒന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടോ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. കാരണം നമ്മുടെ കേരളത്തിൽ മറ്റെന്തോ വരാനുണ്ട്, എന്തോ കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ രാവിലെ 8:30 ഒരു കാഴ്ച. തൈപ്പൊങ്കലല്ലേ, അതേപോലെ തന്നെ ശബരിമലയിൽ മകരവിളക്ക് തെളിക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ആൾക്കാർ വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കണില്ല. അന്ന് ഒക്കെ ജോലിക്ക് പോണ ആൾക്കാർ തിരക്കാണ്. പിന്നെ കുറേ മുന്നേ വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ വെയിൽ പോയി മങ്ങി. സമാധിയാവാൻ പോവാണ്. സമാധിയാക്കി നമുക്ക് സമാധിയുടെ കല്ലറ കുടിച്ചപ്പോൾ അവിടെ സമാധി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് തന്നെ അറിയില്ല അല്ലേ. അത് നമ്മുടെ ആരാണ് ആര് കാരണമല്ല, ഒക്കെ നമ്മൾ കാരണമാണ്. നമുക്ക് നമ്മുടേതായ സ്വന്തം സ്വകാര്യ കാര്യങ്ങൾ മാത്രമുള്ളൂ. സ്വകാര്യതയിലേക്ക് നമ്മുടേതായ സ്വകാര്യതയിലേക്കുള്ള ഒരു വലിഞ്ഞുകൊണ്ടുള്ള ബന്ധങ്ങൾ മാത്രമുള്ളൂ. ഇപ്പം ഇന്ന് പുറത്ത് അങ്ങനെയല്ല കേട്ടോ. പുറത്ത് നാട്ടുകളിൽ അങ്ങനെയല്ല. അവിടെ എല്ലാവരും അന്വേഷിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരാളെ കണ്ടിട്ടില്ലെങ്കിൽ അത്രയും സന്തോഷമാണ് നമ്മുടെ കേരളത്തിലെ നാടുകളിൽ. ഇപ്പോൾ ഞാനേതല്ല കേട്ടോ, നിങ്ങളെ ആരെങ്കിലും ഒരാൾ കണ്ടിട്ടില്ല, അത് അത്രയും നല്ല സന്തോഷമായിട്ടാണ് അവരുള്ളത്. കാരണം ആ കാര്യങ്ങളിലൂടെ, അവരുടെ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അത് കൈമാറിയിട്ട് എടുക്കാം. അപ്പം എങ്ങനെയാണല്ലേ നമ്മൾ ഒരാളെ പറ്റി ഇരുട്ടിലൂടെയാണ് ശരിക്കും ഇപ്പോൾ പോണത്. നമ്മൾ പറഞ്ഞാൽ ഇപ്പം ഈ ഇരുട്ടല്ല കേട്ടോ, നമ്മുടെ കേരളത്തിൻ്റെ ഓരോ അന്തരീക്ഷങ്ങളും ആ ഇരുട്ടിലൂടെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ വെളിച്ചം കാണാൻ പറ്റുക? വെളിച്ചം കാണുമ്പോഴത്തേനും നമ്മളത് ഊതിക്കെടുത്താൻ നോക്കും. അത് വാക്കുകൊണ്ടായാലും കമൻ്റ് കൊണ്ടായാലും നോട്ടം കൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ഒക്കെ തല്ലിക്കെടുത്താണ്. ഒരാളെയും അങ്ങോട്ട് പ്രചോദിപ്പിക്കാനും പ്രമോഷൻ കൊടുക്കാനും കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോണത്. അപ്പോൾ സമാധി, അത് ഞാൻ പറയട്ടെ, സമാധി എന്ന് പറഞ്ഞത് തേങ്ങയുടെ മൂടാണ്. അതൊന്നുമില്ല. അത് എനിക്ക് തോന്നുന്നത് അയാൾ എന്തെങ്കിലും ഭാവിയിൽ അല്ലെങ്കിൽ
അയാളെ ഭൂതകാലത്തിൽ എന്തെങ്കിലും പ്രശ്നം കുടുംബത്തിലോ അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മുടെ മലയാളികൾ കൂടുതൽ ചിരിച്ച് മടുത്തിട്ടുണ്ടാവും. നമ്മുടെ ആ സമാധിയായ ആ ചേട്ടൻ്റെ ഭാര്യ ഇന്നിപ്പോൾ ന്യൂസുകാരുടെ അടുത്ത് കുറേ സംസാരിക്കേണ്ടിയിരുന്നു. അപ്പോൾ എന്താണ് ആ തള്ളയ്ക്ക് ശരിക്കും ഭ്രാന്ത് തന്നെയാണ്. കാരണം ശിവൻ എന്ന് പറയുമ്പോൾ ശരിക്കും കഞ്ചാവാണ്. ശിവൻ തല്ലിക്കൊല്ലും, ശിവൻ വെട്ടിക്കീറും എന്നൊക്കെ പറയുമ്പോൾ തന്നെ എൻ്റെ പള്ളി ഞാൻ കുറേ ചിരിച്ചു. പിന്നെക്ക് ആ തള്ളയിട്ട് സഹതാപം തോന്നി. കാരണം പറയല്ല, അത് അവരെ കൊണ്ടത് അത് അവർ സ്വയം പറയല്ല. അത് ശരിക്കും അത് വേറെന്തോ രീതിയിലുള്ള വാക്കുകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരിക്കലും ഒരു ഭർത്താവ് അല്ലെങ്കിൽ അവർ വേറെന്തൊക്കെ അഭിനയത്തോടു കൂടിയുള്ള സംസാരമാവും. എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഒരിക്കലും അങ്ങനെ വളച്ചൊടിച്ചിട്ട് കാര്യങ്ങൾ വ്യക്തമല്ലാത്ത രീതിയിൽ. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ന്യൂസിൻ്റെ ആൾ ചോദിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ചോദിക്കുമ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ MDMA കഞ്ചാവൊക്കെ അടിച്ചിട്ടുള്ള ഒരു വർത്താനം പറയില്ല, അങ്ങനത്തെ രീതിയിലുള്ള വർത്താനമാണ് പറഞ്ഞത്. അപ്പോൾ മകനാണെങ്കിൽ ഫുള്ള് വർഗീയത, മുസ്ലിങ്ങളാണ് തീവ്രവാദികളാണ്, മറ്റുള്ള മറ്റാളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ കേരളം ഇങ്ങനെ പോണ്? എവിടേക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എന്നറിയാത്തത്. നമ്മൾ പോയിട്ട് എവിടെ ചെന്നിട്ട് ചേരുക? അറബിക്കടലിലും ചേരില്ല, ബംഗാളിലും ചേരില്ല, പിന്നെ പസഫിക്കിലാണെങ്കിലും ഒട്ടും ചേരില്ല. പിന്നെ ഇപ്പം ഇത് എവിടെ ചേരുക? അതാണ് ഞാൻ ആലോചിക്കണത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ എല്ലാവരും ഇതിനോട് സാമീപ്യത്തിലുള്ള ആൾക്കാരായിരിക്കും ഇനി കൂടുതൽ വരുന്നത്. കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ നമ്മുടേതല്ല, മൊത്തത്തിൽ എത്ര ആൾക്കാർ സഹിച്ചും ക്ഷമിച്ചും ത്യാഗം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും കേരളത്തിൽ. അവരൊക്കെ ചിരിച്ചുകൊണ്ടാവും ജീവിക്കുന്നുണ്ടാവുക, അല്ല ചിരിച്ചുകൊണ്ടാവും ജോലിക്ക് പോകുന്നുണ്ടാവും, ചിരിച്ചുകൊണ്ടാവും. ആരും ഇപ്പോൾ പൊതുവെ ചിരി കാണാറില്ല. നമ്മൾ പിന്നെ റോഡിലൂടെ പോവുകയാണെങ്കിലും പാടവരമ്പത്തിലൂടെ പോവുകയാണെങ്കിലും ഒരാൾ പരസ്പരം സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നില്ല. അത് എന്താണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എന്തൊക്കെ പറയണമെന്നുണ്ട്, എൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് കേട്ടോ, എൻ്റേന്നല്ല കേട്ടോ, നമ്മുടെ അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അതൊരു പിന്നെ എന്താ പറയുക, അപഹാസ്യമായിട്ടായിരിക്കും അവർ കാണുക കേൾക്കുക എന്നുള്ളൊരു അപകർഷതാബോധമാണ്. ശരിക്കും ഇപ്പോൾ നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അങ്ങനത്തെ ഒരു നല്ല രീതിയിലുള്ളൊരു ഇത് കാണാൻ എന്തായാലും പറ്റില്ല. കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ആരും മുൻകൈ എടുത്തിട്ട് നിൻ്റെ സന്തോഷം കാണാൻ, നിന്നെ സന്തോഷിപ്പിക്കാൻ, നിൻ്റെ സങ്കടങ്ങൾക്കൊരു പരിഹാരത്തിനായിട്ട് ആരും ഒരാളടുത്തേക്കും പോകില്ല, വരില്ല. അതിന് നമുക്ക് ജഗദീശ്വരൻ തന്നെ ഉള്ളൂ. അത് യേശു ആയാലും കൃഷ്ണനായാലും മുഹമ്മദ് നബി ആയാലും ആരായാലും അവരിലേക്ക് മാത്രമാണ് നമുക്ക് അഭയം തേടാൻ കഴിയുള്ളൂ. അല്ലാതെ നമ്മൾ ഞാനങ്ങനെയാണ് ഞാനിങ്ങനെയാണ് മറ്റാണ് നോക്കൊന്നും ഒരു പ്രസക്തിയില്ല ഇതിന്. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളല്ല നമ്മൾ മൊബൈലിൽ സ്ക്രീനിൽ കാണുന്നത്. ഒക്കെ തെറ്റുള്ളതുണ്ട്, ശരിയുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുന്ന സൗഹൃദങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് പണ്ട് അല്ലേ. ഇപ്പോഴൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ ആവശ്യങ്ങൾക്ക് മാത്രം വിളിക്കണോ, ആവശ്യം കഴിഞ്ഞാൽ പിരിയണോ. അതാണ് ഇന്നത്തെ ഓരോ സൗഹൃദ ലോകങ്ങൾ.
അപ്പോൾ ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും പറയാറൊന്നുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ പോക്ക് ഇങ്ങനെ തന്നെയാണ്. ഭരണകൂടം നന്നായാൽ മാത്രമാണ് നമ്മുടെ ജനങ്ങളുടെ നന്നായി കാണാൻ ആസ്വദിക്കാൻ ഒക്കെ പറ്റുള്ളൂ. അല്ലാതെ ഇതിന് പിന്നെന്താ അറിയോ, എന്ത് കാര്യം നമ്മൾ നോക്കാതെ ആണ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഒക്കെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ വിഷയങ്ങൾ എന്താണെന്ന് അറിയില്ല അവർക്ക്. അറിയാതെ ഇപ്പോൾ അല്ല, മൊത്തത്തിൽ സമാധി പൊളിക്കണം. സമാധി പൊളിച്ചാൽ അല്ലേ വിവരങ്ങൾ അറിയുള്ളൂ. അപ്പോൾ ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ശിവൻ വെട്ടിക്കേറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു പായി തളിക്കണി ഓലക്കീറി എടുത്തോളൂ എന്ന് പറഞ്ഞ മാതിരിയാണ് ശിവരാശി. എന്താ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സാധാരണ ചെയ്യണമാതിരി ചെയ്യാം. എന്താ ഇപ്പോൾ സാധാരണ ചെയ്യണമാതിരി രാവിലെ പണിക്ക് പോകണം, വൈകുന്നേരത്ത് വരുന്നു, ഒരു 1:30 അടിക്കുന്നു, ഉണ്ടാടെ കിടന്നുറങ്ങണം. ആരും ശല്യമാവണ്ട, ആരെയും വേൽപ്പിക്കാനും പോകണ്ട. അവരാൻ്റെ കാര്യം. പക്ഷെ വേറെന്തൊക്കെ നല്ല ദുരൂഹത വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ പിന്നെ ഒന്ന് ശ്രദ്ധിച്ചോളുണ്ടോ. കാരണം നമ്മുടെ കേരളത്തിൽ മറ്റെന്തോ വരാനുണ്ട്, എന്തോ കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യേണ്ടി വരും. ഓരോ ആൾക്കാരെ ഈ ന്യൂസുകാരെ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിന്നെ നമ്മുടെ ബോബിക്ക് ജാമ്യം കിട്ടിയെന്ന് അറിഞ്ഞു, വളരെ സന്തോഷമുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ പറഞ്ഞുതരാം അതിനെ പറ്റിയിട്ടൊക്കെ ശരിക്കും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്.